ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഉപ്പുമാവ്. അപ്പോൾ ഉപ്പുമാവ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ റവ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം കൂടി പോകരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. റവ പാകത്തിനായതിൻ്റെ ആ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരു 5 മിനിറ്റ് വരെ റവ ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ കപ്പലണ്ടിയുടെ കൂടെ തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ്. കപ്പലണ്ടി ഈ ഒരു പാകത്തിന് മൂത്ത് കഴിയുമ്പോഴേക്കും വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക്, 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ. വറ്റൽമുളക് ഞാൻ 2ആയിട്ട് ഒടിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 പച്ചമുളക് ഇങ്ങോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റുമ്പോഴും ഒരുപാട് മൂത്ത് പോവരുത്, ബ്രൗൺ കളർ ആവരുത്. ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുമ്പോഴേക്കും നമുക്കിത് മതിയാവുന്നതാണ്. ആ ഒരു പാകത്തിന് സവാള വഴറ്റി കിട്ടിയാൽ മതി. ഉപ്പുമാവ് സാധാരണ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവാണിത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് എപ്പോഴും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സവാളയൊക്കെ ഒരുപാട് ബ്രൗൺ കളറായാലും ഉപ്പുമാവിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് വഴറ്റി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് ആ കപ്പിൽ 2.5 കപ്പ് അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ വഴറ്റുന്ന സമയത്ത് ചേർക്കുന്നില്ല. ഈ റവ ഇടുന്ന ആ ഒരു പാകത്തിന് തന്നെയാണ് ക്യാരറ്റും ഇടുന്നത്. കാര്യം ക്യാരറ്റ് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പാകത്തിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നത്, റവ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇനി ഇതിലേക്ക് റവ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവ ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുമിച്ച് റവ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ റവ കട്ട കൂടി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഉപ്പുമാവ് കിട്ടുള്ളൂ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഒരുപാട് സമയം ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ
വെള്ളമെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും റൈസിനും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്താൽ നന്നായിരിക്കും. ഒന്നുകൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി മുഴുവൻ ഇതിലോട്ട് ചേർത്തില്ല, കുറച്ച് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കപ്പലണ്ടിയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.